നമസ്കാരം. ഒരു തലവേദനയോ ഒരു മേലുവേദനയോ നടുവേദനയോ ഒന്നും വരാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. അപ്പോഴൊക്കെ നമുക്ക് ടെൻഷനാണ്. എന്ത് ചെയ്യും? കുറച്ചൊക്കെ നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യും, അത് ട്രീറ്റ് ചെയ്ത് കുളവാക്കും. പക്ഷേ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒരു ഡോക്ടറെ അടുത്ത് പോയാലോ എന്താ പറയുക, അസുഖം തീർച്ചയായും മാറും. അതിൻ്റെ ഒരു ശാശ്വത പരിഹാരമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു ശാശ്വത പരിഹാരം കിട്ടുന്ന ഒരു സെൻ്ററുണ്ട്, വേൽ ഫിസിയോതെറാപ്പി സെൻ്റർ. തിരുവനന്തപുരത്താണ്, ശാസ്തമംഗലത്താണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അവിടുത്തെ പ്രധാന ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീകേഷ് നിങ്ങളോട് സംസാരിക്കാം. ഞങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്റ്റിൽ, അതായത് അഡൽട്ട് പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി ഞങ്ങളുടെ ഒരു പ്രത്യേക ഏരിയ ആണ്. അതുമാത്രമല്ല അഡൽട്ടായിട്ട് ന്യൂറോയും ഓർത്തോയും സ്പോർട്സ് പോലത്തത് ഞങ്ങൾ വളരെ കുറവേ കാണുന്നുള്ളൂ. ഓർത്തോയും ന്യൂറോയും റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പീഡിയാട്രിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ട്. നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ ബേസിക് ഡെമോഗ്രാഫിക് ഡാറ്റ, അതായത് അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ, കാരണം വേറെ എന്തെങ്കിലും മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടോ, ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ചികിത്സ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. കാരണം ഒരു ഗുണം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഒരു പേഷ്യൻ്റ് ഒരു ദോഷം നമ്മളാൽ ഉണ്ടാവരുത്. അപ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് പ്രത്യേകിച്ചും പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ പേഷ്യൻ്റ് സൈഡിൽ നിന്നും അവരുടെ എഴുതിയെടുക്കും. പിന്നെ നമ്മളുടേതായ ഒരു എക്സാമിനേഷൻ കാണും. ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ കൗണ്ടർ ചെക്ക് ചെയ്യും. ആ ഇവാലുവേഷനും കഴിഞ്ഞ് നമുക്ക് വേണ്ട സ്പെഷ്യൽ ടെസ്റ്റുകളും ഡാറ്റയും എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മാത്രമല്ല ഇവിടെ ഞങ്ങൾ എല്ലാ സെഷനും ഒരു മണിക്കൂർ സെഷൻസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഓരോ പേഷ്യൻറ്റിനെയും നമ്മൾ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നെ അവർക്ക് വേണ്ട എക്സസൈസുകളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഹോട്ട് പാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് അപ്പോൾ ഏകദേശം തീർക്കാനുള്ള എല്ലാം ഇവിടെ തന്നെ ഇട്ടാണ് നമ്മൾ വിടുന്നത്. വീട്ടിൽ പോയിട്ട് ആ പറഞ്ഞ സ്പെസിഫൈഡ് ആയിട്ടുള്ള എക്സസൈസസ് കൂടെ ചെയ്താൽ മതിയാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു മൂഡ് ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കാണുന്നില്ല. നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത പേഷ്യൻറ്റിനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ വരുന്ന പേഷ്യൻസ് വളരെ കംഫർട്ടബിളായിട്ട് സൗഖ്യം കിട്ടി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നൂതനമായ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പീഡിയാട്രിക്സിൻ്റെ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഞങ്ങളുടെ ഉള്ളത്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ഇതിൽ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ചതുമായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ വഴി കാണാം, നമുക്ക് എന്താണ് ഫിസിയോതെറാപ്പിയിലുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. ഞാനൊരു മെഡിക്കൽ ട്രിപ്പാണ്. എൻ്റെ മോളെ ഞാനൊരു 1.5 വയസ്സ് തൊട്ട് ഇവിടെ ചേർത്തിരിക്കുകയാണ്. ബേസിക്കലി ആദ്യം അവൾ ഇരിക്കത്തില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ ഒന്നും വലിയ സ്ട്രെങ്ത് ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് അവൾക്കൊരു കുറച്ച് കാലിനും എല്ലാത്തിനും ഒരു ബലം വന്നത്. പിന്നെ സാറിനെ നേരത്തെ എനിക്കറിയായിരുന്നു, ഞാനൊരു മെഡിക്കൽ ട്രിപ്പാണ്. അപ്പോൾ സാറിനെ നേരത്തെ വന്ന് കണ്ട് പരിചയത്തിലാണ് ഇവിടെ വന്ന് എൻ്റെ മോളെ ചേർത്തത്. പക്ഷേ അതിൻ്റെ മാറ്റങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവൾ അത്യാവശ്യം നല്ല നടക്കുന്നുണ്ട്. ഇത്തിരി കാലിൻ്റെ ഒരു ചെറിയ വളവുണ്ട്, പക്ഷേ ബേസിക്കലായിട്ട് അതിപ്പം കുറച്ച് കറക്റ്റായി വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ കുറേ ഫിസിയോതെറാപ്പി എടുത്ത് എനിക്ക് പരിചയമുണ്ടെങ്കിലും പക്ഷേ ഇവിടെ വരുന്നതിലാണ് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയത്. സെക്കൻഡായിട്ട് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ചേർത്തത് ഇവിടെയാണ്. പക്ഷേ അതിനുശേഷം മാറ്റിയിട്ടില്ല, നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഈ ജനനം മുതൽ ഏകദേശം ഒരു 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫിസിയോതെറാപ്പിയാണ് നമ്മൾ ഈ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് കുഞ്ഞുങ്ങൾക്ക് വരാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഈ ജനിക്കുന്നതിന് ആ സമയത്ത് അല്ലെങ്കിൽ ജനനത്തിന് മുമ്പോ ഉള്ള പല പല പ്രശ്നങ്ങൾ കാരണം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതിൽ സെർവൽ പാൽസി എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരുപാട് നമ്മൾ പേഷ്യൻസ് കാണുന്നതാണ്. അത് ആ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്ക് വരാവുന്ന ഒരുപാട് പോഷകാഹാരക്കുറവ് മുതൽ അമ്മയുടെ വീഴ്ച മുതൽ മറ്റൊരുപാട് ജനിതകപരമായ കാര്യങ്ങളൊക്കെ കൊണ്ട് വരാവുന്ന അസുഖങ്ങളാണ് പിന്നെ ഭാവി കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകം എന്ന് പറയുന്നത് ഈ എക്സസൈസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അമ്മമാരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ
പ്രൈമറി കെയർ ടേക്കർ, അത് അമ്മയാണെങ്കിലും അച്ഛനായാലും അമ്മൂമ്മയായാലും അപ്പൂപ്പനായാലും അവരെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കി എടുക്കണം. അപ്പോൾ ആ എക്സസൈസസ് അവർ വീട്ടിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം. അപ്പം കൂടുതൽ കാണുന്ന കേസസ് നമുക്ക് സെറിബ്രൽ പാൽസി, പിന്നെ ഈ ഡെവലപ്മെൻറ്റൽ ഡിലേ, ബെൽസ് പാൽസി കാണാറുണ്ട്. പിന്നെ മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ DDH പോലത്തെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഓർത്തോപെഡിക്കിൻ്റെ കണ്ടീഷൻസ്, അങ്ങനെ ഫ്ലാറ്റ് ഫുട്ട്, ഒരുപാട് തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഡിസബിലിറ്റി നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മോള് ഇരിക്കാനൊക്കെ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ഡിലേ ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സാറിനെ കൺസൾട്ട് ചെയ്തു. അസസ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. ആളിപ്പോൾ നടക്കാനൊക്കെ വിത്തൗട്ട് സപ്പോർട്ടിൽ നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വീണ്ടും ഇപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വീണ്ടും. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ ഈ കഴുത്ത് ഉറക്കാതിരിക്കുക, കമരാൻ താമസിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയപ്പർ കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ കാല് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പം ആ ഏജ് അപ്രോപ്രിയേറ്റഡ്, അതായത് അതാത് പ്രായത്തിൽ കുഞ്ഞ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കമരേണ്ട സമയം, ഒരു 6 മാസത്തിനകത്ത് കുഞ്ഞ് കമരുന്നില്ല, അല്ലെങ്കിൽ എഴിച്ചിരിക്കുന്നില്ല, ആ ഒരു 7-8 മാസത്തിനകത്ത് എഴിച്ചിരിക്കണം, നിൽക്കുന്ന സമയം. അപ്പോൾ ഇത് നമുക്കറിയാം. ഏകദേശം അതിന് വലിയ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട. ഏകദേശം നമുക്കറിയാം കുഞ്ഞ് ഇന്ന സമയമാകുമ്പോൾ ഇരിക്കണം, ഇന്ന സമയമാകുമ്പോൾ നിൽക്കണം. അതിന് എവിടെയെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണം. അവിടെ എന്തുകൊണ്ടാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക. ഏറ്റവും അടുത്തുള്ള ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെങ്കിൽ അങ്ങ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻസ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റൽ ഏരിയാസിൽ നോക്കിയിട്ട് അടുത്ത ഫിസിയോതെറാപ്പി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമോ അത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും ഒരു കാർഡിനലായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട, എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് കുഴപ്പമില്ല, ഇത് ശരിയാവും, വലുതാവുമ്പോൾ ശരിയാവും, അങ്ങനെ ചിന്തിക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ആ കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡിനയൽ ഫേസ് പാരൻസ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, അത് തെറ്റാണ്. കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പത്തിന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് കുഴപ്പമില്ലാതായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കുഴപ്പത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ആ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കണം. என்னோட நேம் சத்யா திருவெங்கட வேல்பாண்டி, மதுரை தமிழ்நாட்டில இருந்து வந்திருக்கோம். நான் தமிழ்நாட்டில இருந்து வரப்ப என்னோட லைஃப் வந்துட்டு இந்த டெசர்ட் மாதிரி தான் இருந்துச்சு. வந்துட்டு ஒரு மைண்ட் வந்து ஒரு ரொம்ப ட்ரையா, ஒரு எம்டியா இருந்துச்சு. இங்க வேல் பிசியோதெரபிக்கு வந்ததுக்கு அப்புறம் என்னோட லைஃப் வந்துட்டு நம்ம கிரீனிஷ் ஆச்சு, நல்லா கலர்ஃபுல்லா இருந்துச்சு. இப்போ அட் த ப்ரெசென்ட் வந்து நம்ம தம்பிக்கு வந்து ட்ரீட்மெண்ட் எடுத்ததுக்கு அப்புறம் இப்போ என்னோட மைண்ட் அண்ட் சோல் வந்துட்டு இந்த மாதிரி ஃப்ரெஷ்ஷா இருக்கு. ஏதோ டிப்ரெஷன் எதுவுமே இல்லை. இப்போ வந்துட்டு என் மைண்ட் வந்து கிளியரா இருக்கு. ஃபியூச்சர்ல வந்துட்டு என்னோட பையன் வந்துட்டு இந்த மாதிரி ஒரு ட்ரீ மாதிரி கிரீனிஷா நடந்துருவான், நின்றுவான்ற ஒரு ஹோப் இருக்கு. நீங்களும் வந்துட்டு சப்போஸ் உங்க குழந்தைகளுக்கு ஏதாவது கஷ்டமா இருந்துச்சுன்னா இங்க வந்துட்டு நீங்க வந்து ட்ரீட்மெண்ட் பண்ணலாம். இப்போ ஃபர்ஸ்ட் வந்துட்டு அவனுக்கு வந்து ஐ கான்டாக்ட் இல்லை, இப்போ ஐ கான்டாக்ட் நல்லா இன்க்ரீஸ் ஆயிருக்கு. அவனுக்கு ஃபர்ஸ்ட் வந்து உட்கார தெரியாது, இப்போ வந்து பிடிச்சி உட்கார வைக்க ட்ரை பண்ணியிருக்கோம். அதுமாதிரி நாங்கள் வீட்லேயும் போய் எக்ஸசைஸ் வந்து கண்டினியூ பண்ணுறோம். இப்போ வந்துட்டு இண்டிபெண்டா உட்கார வைக்க நாங்கள் ட்ரை பண்ணிட்டு இருக்கோம். ஃபியூச்சர்ல வந்துட்டு கண்டிப்பாக இண்டிபெண்டா உட்கார ட்ரை பண்ணிடுவான். அப்புறம் வந்து இப்போ கால் ஊண்டி நிற்கிறான். அந்த மாதிரிலாம் பண்ண மாட்டான். എന്തുകൊണ്ടാണ് ഈ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എക്സ്പെൻസീവ് ആവുകയും അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വേണം പീഡിയാട്രിക് ഫിസിയോതെറാപ്പിക്ക്. ഒരു സാധാരണ ഒരു ടേബിളും വെച്ച് നമുക്കൊരു ചെയ്യുമ്പോൾ ഈ പീഡിയാട്രിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഫങ്ഷൻസിന് മിമിക്ക് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് 4 കാലിൽ നിർത്തണം, എഴയാൻ പഠിപ്പിക്കണം, അപ്പോൾ റോള് വേണം, വെഡ്ജ് വേണം, ബോൾസ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ ഈ ബാരൽസ് വേണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു പീഡിയാട്രിക്സ് ഒരു കുഞ്ഞിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടേബിളിൽ വെച്ച് മാത്രം നമുക്ക് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. വേറെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ എപ്പോഴും എത്രത്തോളം എക്യുപ്മെൻറ്റ്സ് നമുക്ക് കയ്യിലുണ്ടോ അത്രത്തോളം നമുക്ക് ഈസിയാണ്. കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കില്ല, കുഞ്ഞുങ്ങൾക്ക് സങ്കടം വരില്ല, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് പുതിയ 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 ആക്ടിവിറ്റീസ് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങൾ പീഡിയാട്രിക്സിൻ ഫിസിയോതെറാപ്പിയിൽ കരയുന്നു, വിളിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും അങ്ങനെ വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇത്രയും പേഷ്യൻസ് കൂടെ റൺ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കുഞ്ഞിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിന് ഇതൊരു വലിയ ഭാരമാവാതെ ഇത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ഭാഗമാണ്. അതായത് അവർക്കൊരു സ്കൂളിൽ പോകുന്നത് പോലെയോ നഴ്സറി പോകുന്നത് പോലെയോ ഉള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ അതിനങ്ങ് ഈസി ആയിട്ട് തന്നെ അവർ കാണും. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റീസും പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ സാധാരണ അങ്ങനെ വരാറില്ല. സ്ട്രെച്ചസ് നമ്മൾ ഫങ്ഷണൽ സ്ട്രെച്ചസ് ആണ് കൊടുക്കുന്നത്. ഒരു പാസീവായിട്ട് വലിച്ച് മടക്കുന്ന പരിപാടിയൊന്നും ഇപ്പോൾ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ഇല്ല. കൂടുതലും നമ്മൾ ഫങ്ഷൻസിൽ ഓരോ പൊസിഷനിൽ വെച്ചിട്ട് ആ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ അത് വേദനയും വലുതായിട്ട് കാണില്ല, കുഞ്ഞിന് കൂടുതൽ അത് ഗുണയും ചെയ്യും, ബ്രെയിൻ അത് ഓർത്തിരിക്കുകയും ചെയ്യും.
എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഈ ഇൻ്റർഫെറൻഷ്യൽ തെറാപ്പി ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് നെർവ് സ്റ്റിമുലേറ്റേഴ്സ് ഉണ്ട്, ട്രാക്ഷൻ യൂണിറ്റ് ഉണ്ട്, ലേസേഴ്സ്, കോൾഡ് ലേസേഴ്സിൻ്റെ ഉണ്ട്, പിന്നെ പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ്, ക്രയോതെറാപ്പി, ഈ കോൾഡ് പാക്സ്, പിന്നെ ചൂട് വയ്ക്കാനുള്ള ഹോട്ട് പാക്സിൻ്റെ മെഷീൻസും അത് കറണ്ടിൽ പ്രവർത്തിക്കുന്നതും റെഡിമെയ്ഡ് ആയിട്ടുള്ളതും 2 ടൈപ്പും ഉണ്ട്. പിന്നെ എക്സസൈസ് തെറാപ്പിയുടെ എല്ലാവിധ സാധനങ്ങളുമുണ്ട്, ജിമ്മുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മോഡേൺ മെഡിസിനുമായിട്ട് യോജിച്ച് നിന്ന് തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് ഫിസിയോതെറാപ്പി. അപ്പം മോഡേൺ മെഡിസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ഫിസിയോതെറാപ്പിക്ക് എന്താണ് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മരുന്നുകൾ ഇല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് മരുന്നുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ അപ്പം മരുന്നുകൾ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ്, കോംപ്ലിക്കേഷൻസ്, കൗണ്ടർ ഇൻഡിക്കേഷൻസ് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തൊരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സസൈസസ് ഈ ഫിസിയോതെറാപ്പിയുടെ ഒരു വലിയ ഭാഗമാണ്. അപ്പം എക്സസൈസ് പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ജനിച്ച ഒരു ദിവസം അല്ലെങ്കിൽ ജനിക്കുന്ന അന്ന് തൊട്ട് ഒരു കുഞ്ഞ് തൊട്ട് മരിക്കുന്ന വരെയുള്ള ഒരു കാലഘട്ടം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ ഏരിയാസിലും ഫിസിയോതെറാപ്പിക്ക് ഒരു ശക്തമായൊരു പങ്കുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് ഫിസിയോതെറാപ്പി കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ്. കാർഡിയോളജി ആണെങ്കിലും ന്യൂറോളജി ആണെങ്കിലും പീഡിയാട്രിക്സ് ആണെങ്കിലും ഓർത്തോപെഡിക്സ് ആണെങ്കിലും ഈ നമ്മുടെ പ്രസവാനന്തര ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആണെങ്കിലും ഇങ്ങനെ ഈവൻ നമ്മുടെ ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെറ്റിനറിയിൽ പോലും. അപ്പോൾ ഫിസിയോതെറാപ്പി ഇന്ന് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് ചുരുക്കം. വളരെ നല്ല അഭിപ്രായം. ഒന്നാമത് എനിക്ക് അറിയില്ലായിരുന്നു ഫിസിയോതെറാപ്പി, ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരനുഭവം വന്നപ്പോഴെനിക്ക് ഒരു പനി വന്ന ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി ഉണ്ട്, ഒരു ക്ലിനിക്കുണ്ട്, അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നതാണ്. ഇവിടെ വന്ന ശേഷമാണ് അതിൻ്റെ നല്ല ഗുണങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് 2-3 മാസമായിട്ട്, ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മാസം വന്നു. അപ്പോൾ അതിനുശേഷം ആഴ്ച 2 ദിവസമാക്കി ഡോക്ടർ. ഇപ്പം എന്നിട്ട് ഞാൻ വരുന്നതിൽ എനിക്ക് വളരെ ആശ്വാസമുണ്ട്. വളരെ മരുന്നൊന്നും കഴിക്കാതെ തന്നെ നടക്കാനും. ആദ്യം നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ വളരെ കുറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ വിദേശത്ത് ജോലി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമായിട്ട് ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഓരോ വർഷവും പേഷ്യൻസിൻ്റെ അനുപാതത്തിൽ 10 മുതൽ 20% വരെ വർധനമാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പം ഒരു റിസൾട്ട് ഇല്ലാതെ ഒരു സ്ഥാപനം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒരു മെയിൻ റോഡ് സൈഡിലൊന്നും അല്ല, ഞങ്ങൾ വളരെ അകത്തോട്ട് വഴിക്കകത്താണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അന്വേഷിച്ച് വരുമ്പോൾ മാത്രമേ ഈ ഒരു സ്ഥാപനം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു റോഡിലൊരു ബോർഡ് കണ്ടിട്ട് വരാവുന്ന ഒരു സ്ഥാപനമല്ല. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ആ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു കാര്യത്തിലാണ്. അപ്പം ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് വെച്ചൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ സൗഖ്യം കിട്ടിയ ഒരു പേഷ്യൻറ്റ് ചെന്ന് മറ്റൊരു പേഷ്യൻറ്റിനോട് പറഞ്ഞ് ആ പേഷ്യൻ്റാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ പേഷ്യൻസ് ഇവിടെ നിന്ന് പോകുന്നവർ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സാണ്. അപ്പോൾ അവരാണ് നമുക്ക് പുതിയ പേഷ്യൻസിന് റെഫർ ചെയ്യുന്നതും വരുന്നതല്ല. എനിക്ക് പേഷ്യൻ സൈഡ് റെഫറൽസാണ് എനിക്ക് വളരെ കൂടുതലായിട്ട് വരുന്നത്. എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തോട്ട് വന്നത്. ശ്രീകേഷ് സാറിൻ്റെ ഫിസിയോതെറാപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു, അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ വരുന്ന സമയത്ത് അക്കുവിന് ആൾക്കൊരു കോൺഫിഡൻസും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടൊന്നും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അക്കു മൊത്തത്തിൽ നല്ലൊരു ചേഞ്ചസ് വന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവൻ ഇങ്ങനെ ആയിപ്പോയതിൽ വല്ലാത്ത എന്താ പറയുക, നമ്മൾ വല്ലാണ്ട് അങ്ങ് വിഷമിക്കുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ സാർ ഇവിടെ വന്ന് ഫിസിയോനേക്കാൾ ഉപരി നമുക്ക് മെൻ്റലി സപ്പോർട്ടും നമുക്കും പാരൻസിനും ഒപ്പം തന്നു, അതിൻ്റെ കൂടെ കുട്ടിക്കും. ഇപ്പോൾ ഞാനെപ്പോഴും അവൻ ഇത് ചെയ്യുന്നില്ല, എന്നെ പോലെ ചെയ്യണില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കൺസേൺ ആയിരുന്നു. പക്ഷേ സാറ് മക്കളെ ഭാഗത്ത് നിന്നിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. അതായിരുന്നു തോന്നുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം. നമ്മളെപ്പോഴും അവർ ചെയ്യാത്തത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാറിൻ്റെ അടുക്ക് വന്നപ്പോഴാണ് അതൊക്കെ എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ലെവലിലോട്ട് പോകണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ളത് അവരെ പോരായ്മ മാത്രമല്ലല്ലോ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുട്ടികളോട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എങ്ങനെ അവർക്ക് കൈകാര്യം ചെയ്യണമെന്ന്. മോന് ഇവിടെ വന്നതിന് ശേഷം ആൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ഇവിടെ വരാമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നതിൽ എപ്പോഴും ഒരു ബെസ്റ്റ് ചോയ്സ് ശ്രീകേഷ് സാറിൻ്റെ വെൽ ക്ലിനിക്ക് തന്നെയായിരിക്കും. എൻ്റെ പേര് സൂരജ്. ഞാനൊരു സ്ട്രോക്ക് പേഷ്യൻ്റാണ്. 15 മാസമായി എനിക്ക് സ്ട്രോക്ക് വന്നിട്ട്. 8 മാസമായിട്ട് ഞാൻ ഈ ഫിസിയോതെറാപ്പി ചെയ്യുകയാണ്. ഒരു ഭയങ്കരമായ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടത്. കാരണം ഇത് ബ്രെയിനിനെ ബാധിക്കുന്നൊരു വിഷയമാണല്ലോ. കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് റീജനറേറ്റ് ചെയ്യത്തില്ല, നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അങ്ങനെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ഇതിന് ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഈ ഫിസിയോതെറാപ്പി വഴി നമുക്കൊരു 95% റിക്കവറി കിട്ടും സ്ട്രോക്ക് പേഷ്യൻസിന്. അത് എനിക്കിപ്പം കംഫർട്ടബിളാണ്. എനിക്കൊരു 70% റിക്കവറി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കംഫർട്ടബിളാണ്. ഞാൻ ഈ വേൽ ഫിസിയോതെറാപ്പി കൺസൾട്ടൻസിയിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പെയിനോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അതായത് കാല് അനക്കാനും കൂടി വയ്യായിരുന്നു, ബാക്ക് പെയിനായിരുന്നു കാര്യം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെ അപ്രോച്ച് വളരെ നല്ലതായിട്ട് തോന്നി. അതായത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസീസ് എന്താണെന്ന് കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ ആണ് ഇത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം പിന്നെ ചെറിയ ചെറിയ എക്സസൈസും കൂടാതെ വേറെ പിന്നെ IFT അങ്ങനെയുള്ള ടെക്നിക്സും യൂസ് ചെയ്ത് നമ്മുടെ പെയിൻ കുറച്ച് റിലീവ് ചെയ്ത് കൊണ്ടുവരാണ് പ്രൊസീജിയർ. ഏതായാലും പിന്നെ ഇതിൻ്റെ കൂടെയുള്ള എക്സസൈസ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസി അതൊക്കെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് രോഗിക്ക് അതിൻ്റെ വിഷമം അത്രത്തോളം അനുഭവിക്കില്ല. അതായത് അസുഖം കുറയും, പക്ഷേ അതിനുള്ള എന്താ പറയുക എഫർട്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടില്ല. അങ്ങനെ ഇതിൻ്റെ അസുഖം നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. എൻ്റെ പേര് രമ്യ. എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നമ്മുടെ കറക്റ്റ് സ്ഥലം കൊല്ലത്താണ്. അപ്പം ഡോക്ടറെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നതാണ്. ഇപ്പം നമ്മൾ 3 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിലുണ്ട്. വന്നതിൽ കുട്ടിക്ക് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഇൻട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബേസിക്കലി അസുഖം എന്നത് അവനവൻ്റെ അസുഖം എന്നുള്ളത് അവനവൻ തന്നെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ പെർസ്യൂ ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം, ഈ എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളും ദോഷങ്ങളും, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിൽ കുറച്ച് വിഭാഗം ആൾക്കാർ ചിലപ്പം പൊതുവേ ഈ പറഞ്ഞ സമയമില്ലായ്മ കൊണ്ടൊക്കെ ഉഴപ്പാം. അപ്പം അതിന് ചിലപ്പോൾ പ്രതീക്ഷ റിസൾട്ട് കിട്ടണമെന്നുമില്ല. അപ്പോൾ അത് ഏത് എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസിലും ഒരു 20% സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ശ്രദ്ധിച്ചു. നല്ല പച്ചപ്പ്, തണുപ്പ്, അലങ്കാരമുളകൾ നട്ടുപിടിപ്പിച്ച പൂക്കളും പക്ഷികളും നിറഞ്ഞ നല്ലൊരു പൂന്തോട്ടത്തിന് നടുവിലാണ് ഈ ക്ലിനിക്ക്. ഫിസിയോതെറാപ്പിയും പ്രകൃതിയും തമ്മിൽ എന്താണ് ഇത്ര ബന്ധം? അല്ല, ഇത് ഈ സാധാരണ അസുഖം ആർക്കായാലും ഒരു ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോഴേക്കും നാച്ചുറലി ഭയങ്കര ഗ്ലൂമി ആവുകയും അല്ലെങ്കിൽ വിഷമം വരികയും സങ്കടം വരികയൊക്കെ ചെയ്യും. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന ഒരു സാധനമാണ്. പ്രകൃതി പ്രകൃതിക്ക് അതിനകത്ത് ഒരു റെമഡി ഉണ്ട്. അപ്പോൾ ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഗാർഡനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ പച്ചപ്പ് എന്ന് പറയുന്നത് വളരെയധികം റിലാക്സിങ് ആൻഡ് സൂത്തിങ് ആണ്. പിന്നെ ഈ വേൽ ഫിസിയോതെറാപ്പിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു ക്ലിനിക്കൽ എൻവയോൺമെൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ നിന്നിച്ചു ജോലി ചെയ്യുന്നു അതുപോലൊരു സാധനം മാത്രമേ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഒരു ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്നും മാറി ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെടിയും ഈ പച്ചപ്പും ഈ പ്രത്യേകിച്ച് ഈ മുളയും കാര്യങ്ങളും എല്ലാം ഒക്കെ കാണുമ്പോഴേ അത് ആളുകൾക്കൊരു ഒരു ഭയങ്കരമായ ഒരു മാനസിക ആ വിഷമമൊക്കെ മാറി ഒരു ഉല്ലാസം കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പൊതുവെ എല്ലാ പേഷ്യൻസും നമ്മളോട് പറയാറുള്ളത്. ഈ മുളയ്ക്ക് ഒരു ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഓക്സിജൻ എമിറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ മുള. മാത്രമല്ല ഈ സ്പൈക്ഡ് എൻഡിലുള്ള ചെടികൾക്കെല്ലാം ഈ ഓക്സിജൻ ഒരുപാട് എമിറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ നമ്മുടെ ഒരു ഗാർഡൻ്റെ തീം തന്നെ മെയിനായിട്ട് ഒരു മുള ബേസ് ചെയ്ത്, മുളയും വാട്ടർ ബേസ്ഡും ആണ്. അപ്പം മുള ഈ പറഞ്ഞ ഒരു ഫ്രഷ് എനർജി ആൻഡ് ഓക്സിജൻ. വാട്ടർ ബേസ്ഡ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ ചെടികൾക്കും
വെള്ളം ഉള്ളതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും കൂടെ. അപ്പോൾ കിളികൾ എനിക്കൊണ്ട് 10-12 സ്പീഷീസ് ഓഫ് കിളികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കുള്ള ജലം, പിന്നെ രാത്രി വരുന്ന മറ്റ് ജീവികൾ ഒരുപാട് പേരുണ്ട്. കീരിയുണ്ട്, മരപ്പട്ടിയുണ്ട്, ഇങ്ങനത്തെ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം. അങ്ങനെയാണ് വാട്ടർ ബേസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആ വാട്ടർ ബേസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കൂത്താടി പോലത്തെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നിറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മീനുകൾ ഈ കൂത്താടി അങ്ങനത്തേനെയൊക്കെ അത് ഭക്ഷിക്കും. ഈ വെള്ളം കിളികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. കിളികൾ ഇത് കുടിക്കുകയും ചെയ്യും, കിളികൾക്ക് കുളിക്കാനും പറ്റും. ഈ പായലിൻ്റെ മോളിൽ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് ഉച്ച സമയമാകുമ്പോഴത്തേക്ക് അതിന് കുളി, അപ്പോൾ താന്നു പോവാതെ അവന് കുളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു പാഴ് വസ്തുക്കൾ, അതായത് നമുക്ക് കോമൺ ആയിട്ട് പലയിടത്തും കിടന്ന കല്ലുകൾ ഇട്ടാണ് നമ്മൾ ഈ റോക്ക് ഗാർഡൻ. ഇതിൻ്റെ എല്ലാം ബേസിക്കലി ഐഡിയ, ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 വരുന്ന പേഷ്യൻസിനും വലിയ ഇഷ്ടമാണ്. അപ്പം അത് എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത്രയും കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രകൃതിയിൽ കുറച്ചു നേരം വെറുതെ ഇരിക്കണമെന്ന് തോന്നി. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മണ്ണിൽ മത്സ്യങ്ങൾക്കായി ഒരുക്കിയ ചെറുകുളത്തിനും അതിൽ നിന്നും വെള്ളം കുടിക്കാനെത്തുന്ന പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ഈ ചെറുകുളത്തിന് ചുറ്റുമായി നട്ടുവളർത്തിയ പൂമരങ്ങൾക്കും വള്ളിച്ചെടികൾക്കും നമ്മുടെ മനസ്സിനും അതുപോലെ പല കാരണങ്ങളാൽ വേദനിക്കുന്ന ശരീരത്തിനും സാന്ത്വനം തരാനാകും എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. പ്രകൃതിയുടെ സമൃദ്ധമായ വരദാനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ വേൽ ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്നും അടുത്ത വ്ലോഗിനായി പുറത്തേക്കിറങ്ങി.